my dear students, welcome back to Bosco Campus Vision. I am Grishma TJ, faculty member of PG Department of Commerce, Don Bosco College, Kottayam. Today, I am here with the paper Management Concepts and Thought, which is a core paper for BCom Tax Procedure and Practices students under Kerala University. This is the 61st lecture of the series. In this lecture, we are discussing about factors determining motivational policy. Let us discuss the factors determining motivational policy. It is important to frame policies to motivate the employees throughout their employment. This is not just for the employee's benefit. An employee motivation plan is crucial to a company's overall success. Employees' motivation is directly linked to productivity. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് കൊടുക്കുന്ന മോട്ടിവേഷൻ ഒരിക്കൽ മാത്രമായിരിക്കില്ല മോട്ടിവേറ്റ് ചെയ്യുന്നത്. ആ എംപ്ലോയി എത്രത്തോളം കാലം ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു അത്രത്തോളം കാലവും ആ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി മാത്രമല്ല, ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റിനോട് വേണ്ടിയിട്ടാണ് എംപ്ലോയീസിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എംപ്ലോയീസിനെ നമ്മൾ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഒരു കമ്പനിയുടെ സക്സസ് എന്ന് പറയുന്നത് തന്നെ എംപ്ലോയീസിൻ്റെ മോട്ടിവേഷൻ പ്ലാനിനെ ബേസ് ചെയ്തിട്ടാണ്. എംപ്ലോയി നന്നായിട്ട് മോട്ടിവേറ്റഡ് ആവുകയാണ് എങ്കിൽ അത് അവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഫസ്റ്റ് ഫാക്ടർ ഈസ് ഇൻവോൾവിംഗ് ദ എംപ്ലോയീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. One of the methods usually adopted by managers to motivate employees is to make them involved in the decision-making process. When workers feel that they are directly tied to the result of the business, they are often more eager to do their part to help the company. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എംപ്ലോയീസിനെ കൂടി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അവരെ കൂടി നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുകയാണ് എങ്കിൽ അവർ ബിസിനസ്സിനുണ്ടാകുന്ന റിസൾട്ടിൽ അവരും ഫീൽ ചെയ്യും. അവരുടെ തീരുമാനം കൂടിയാണ് ആ നടപ്പിലായത്, അതുകൊണ്ടാണ് ബിസിനസ്സിന് ഈ ഒരു റിസൾട്ട് കിട്ടിയത്. അങ്ങനെ അവർ മോട്ടിവേറ്റഡ് ആവുകയും അവരുടെ പാർട്ട് അവർ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും. ഫസ്റ്റ് ഫാക്ടർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ എംപ്ലോയീസിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. സെക്കൻഡ് ഫാക്ടർ ഈസ് financial or pecuniary incentives. Employees are provided with financial incentives through offering bonuses or other financial incentives to make them motivated. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സോ ബോണസോ ഒക്കെ ഓഫർ ചെയ്തുകൊണ്ട് എംപ്ലോയീസിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ മൂന്നാമത്തെ ഫാക്ടറാണ് നോൺ ഫിനാൻഷ്യൽ ഓർ നോൺ പെക്യൂനിയറി ഇൻസെൻറ്റീവ്സ്. Non-financial incentives provide psychological and emotional satisfaction rather than financial rewards. Non-financial incentives such as fringe benefit, job security, recognition, job enrichment, working environment, etc. can motivate the employees in achieving the goals. Financially അല്ലാതെ നോൺ ഫിനാൻഷ്യലിയും ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എംപ്ലോയീസിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം. നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ആവാം, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആവാം. എക്സാമ്പിൾ ഫ്രിഞ്ച് ബെനഫിറ്റ്, ജോബ് സെക്യൂരിറ്റി, റെക്കഗ്നിഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ്, വർക്ക് എൻവയോൺമെൻറ്റ്, ഇതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഇതൊക്കെ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ആണ്. ബോണസിന് പകരം എംപ്ലോയീസിന് അംഗീകാരം കൊടുക്കുകയാണ് എങ്കിൽ ആ അംഗീകാരം ലഭിക്കുന്നത് വഴി എംപ്ലോയി മോട്ടിവേറ്റഡ് ആവുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ജോബ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാം, ജോബ് എൻറിച്ച്മെൻറ്റ് കൊടുക്കാം, വർക്ക് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം. ഇതെല്ലാം എംപ്ലോയീസിന് ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഈ രീതിയിലെല്ലാം എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു ഓർഗനൈസേഷൻ ശ്രമിക്കും. ഫോർത്ത് വൺ, ഫോർവേഡ് ലുക്കിംഗ്. The main purpose of the motivation policy should be give the employees something to look forward to work hard in the company. മോട്ടിവേഷൻ പോളിസി ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ എംപ്ലോയീസ് ആ കമ്പനിയിലേക്ക് വേണ്ടി
ഹാർഡ് വർക്ക് ചെയ്യും. ഫിഫ്ത്ത് വൺ ഈസ് ഫോളോ അപ്പ്. ഫീഡ്ബാക്ക് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം വർക്കേഴ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ എനാക്ട്മെൻറ്റ് ഓഫ് ദ പോളിസി. വർക്കേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. ഓരോ മോട്ടിവേഷണൽ പോളിസി എനാക്ട് ചെയ്യുന്നതിന് മുൻപും ശേഷവും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണം വർക്കേഴ്സിൽ നിന്ന്. എങ്കിൽ മാത്രമേ എന്തൊക്കെ പോരായ്മകളുണ്ടെന്ന് നോക്കി പുതിയ മോട്ടിവേഷണൽ പോളിസി ഫോമുലേറ്റ് ചെയ്യുമ്പം ആ പോരായ്മകളെല്ലാം പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. These are the 5 factors that determining the motivational policy. Which are they? Involving the employees in decision making process, providing financial incentives, providing non-financial incentives, forward looking and follow. These 5 factors kept in mind in determining the motivational policy. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.